എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 103 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. സങ്കീർത്തനം 103 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ ദൈവം നമ്മുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഏറ്റവും കൃതജ്ഞതയോടുകൂടി ഇന്നത്തെ പകലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 103 സങ്കീർത്തനം കൃപയും കൃതജ്ഞതയും നിറഞ്ഞ വാക്കുകളാൽ സമൃദ്ധമാണ്. ആധ്യാത്മിക ചിന്തയിലും ദർശനത്തിലും പർവ്വതനിരകൾ പോലെ ഉയർന്നു നിൽക്കുന്നവയാണ് സങ്കീർത്തനങ്ങളെല്ലാം. എന്നാൽ പർവ്വതനിരയിലെ കൊടുമുടികൾ പോലെ തല ഉയർത്തി നിൽക്കുന്ന ചില സങ്കീർത്തനങ്ങളുണ്ട്. ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും ഹൃദയത്തിൽ ആത്മീയ സ്പന്ദനമുളവാക്കുന്നതുമായ ഒരു സങ്കീർത്തനമാണ് 103. അത് ദൈവകൃപയെപ്പറ്റിയും മനുഷ്യൻ്റെ കൃതജ്ഞതയെപ്പറ്റിയും മധുരമായി നമ്മോട് സംവാദിക്കുന്നു. ചില പൗരസ്ത്യ സഭകളിൽ ആരാധനയുടെ ഭാഗമായി നിന്റെ വായ്ക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്നുള്ള പരാമർശം നമ്മുടെ വിശുദ്ധ സംസർഗ ശുശ്രൂഷയോട് യോജിച്ചു പോകുന്നതാണ്. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ എന്ന് ഉള്ള ഒരു പ്രസ്താവന പ്രഭാതത്തിൽ വളരെ യുക്തമായ ചിന്തയാണ്. ഭക്തജനങ്ങളേറെ ഇഷ്ടപ്പെടുന്നതും അവരുടെ നാവിന്മേൽ ഉയർന്നു വരുന്നതുമായ ഒരു സങ്കീർത്തനമാണ് ഇത്. മലയാളത്തിലും ഇംഗ്ലീഷിലും അനവധി ഗാനങ്ങൾ ഇതിലെ ആശയം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മലയാളത്തിൽ വളരെ പ്രശസ്തമായ ഒരു ഗാനം വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് അത് പാടുന്നത്. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. ഇതിന് സമാനമായി നിരവധി സ്തുതിഗീതങ്ങൾ വ്യത്യസ്ത ഭാഷകളിലുണ്ട്. പ്രൈസ് മൈ സോൾ ദ കിങ് ഓഫ് ഹെവൻ, ടു ഹിസ് ഫീറ്റ് ദൈ ട്രൈബ്യൂട്ട് ബ്രിങ്, റാംസംഡ്, ഹീൽഡ്, റെസ്റ്റോർഡ്, ഫോർഗിവൺ, ഹു ലൈക്ക് മീ ഹിസ് പ്രൈസ് ഷുഡ് സിംഗ്. ഇതൊരു വലിയ ചോദ്യമാണ്. വളരെ പ്രസിദ്ധമായ ഈ ഇംഗ്ലീഷ് പാട്ട് ഒരുപക്ഷെ നമുക്ക് സുപരിചിതമാവാം. സങ്കീർത്തനത്തിൻ്റെ മുഖ്യ പ്രമേയം ദൈവത്തോടുള്ള കൃതജ്ഞതയാണ്. ഇന്ന് സമൂഹത്തിൽ നിന്ന് അന്യമായി തീർന്നിരിക്കുന്ന ഒന്നാണ് കൃതജ്ഞത. ഒരു മകൻ പഠിച്ച് പ്രശസ്തമായ പരീക്ഷ ജയിച്ചപ്പോൾ മാതാവ് പറഞ്ഞു, നീ പള്ളിയിൽ പോയി കൃതജ്ഞതയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കണം. മകൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് നേടിയതാണ് ഈ വിജയം. അതിന് എനിക്ക് മറ്റാരോടും പ്രത്യേകിച്ച് നന്ദിയൊന്നും അർപ്പിക്കേണ്ടതില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകം കൃതജ്ഞത അർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്ത പുലർത്തുന്ന അനേകരുണ്ട്. കാരണം ശാസ്ത്രവികാസം കൊണ്ടും വിജ്ഞാനം കൊണ്ടും വളർത്തിയെടുത്തിട്ടുള്ളതാണ് ഇന്നുള്ളതെല്ലാം. ഉണ്ണുന്ന ചോറ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത നെല്ലിൽ നിന്നാണ്. അതുപോലെ മറ്റു പലതും. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലും ഇന്ന് കൃതജ്ഞതയ്ക്ക് വലിയ സ്ഥാനമില്ല. ഇന്ന് അവകാശങ്ങളുടെ കാലമാണ്. ഔദാര്യമോ ഓശാരമോ ഒക്കെ അപ്രസക്തമാണ്. ഒരു അധ്യാപിക ഒരു വിദ്യാർത്ഥിയോട് ഉപദേശിച്ചു, അവൻ മാതാപിതാക്കളോട് കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണമെന്ന്. അവൻ്റെ മറുപടി വളരെ വിചിത്രമായിരുന്നു. എന്നെ ജനിപ്പിക്കണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല.
അവരുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് ജന്മം നൽകുകയായിരുന്നു. ഞാൻ അർഹിക്കുന്നത് മാത്രമേ അവർ എനിക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് അവർക്ക് കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടത്? കടപ്പാടുകൾ മറന്നും കൃതജ്ഞത അഭാവപ്പെടുന്നതുമായി ഇന്നത്തെ സമൂഹത്തിൽ ഈ 103-ാം സങ്കീർത്തനം വലിയ സന്ദേശം നൽകുന്ന പ്രസക്തമായ ഒരു ഭാഗമാണ്. കൃതജ്ഞതാഭാവമില്ലാത്ത ജീവിതം വെള്ളമില്ലാത്ത കിണർ പോലെയും ഫലമില്ലാത്ത വൃക്ഷം പോലെയുമാണ്. അവിടെ പരാതിയും പിറുപിറുപ്പും അസംതൃപ്തിയും തേർവാഴ്ച നടത്തും. ഹാലി ബർട്ടൺ എന്ന മിഷണറി എഴുതി, ഞാൻ നിരാശനാകുമ്പോൾ പ്രസന്നതയുടെ പ്രകാശത്തിലേക്ക് വരാൻ എനിക്ക് കഴിയുന്നത് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നതിൽ കൂടെയാണ്. വെൻ ഐ ആം ഇൻ ദ ലോവസ്റ്റ് ഡെപ്ത്സ് I can pull myself back into the sunshine through the duty of thankfulness. നിരാശകളും വിഷമതകളും പ്രയാസങ്ങളും നമ്മൾ നേരിടുമ്പോൾ ദൈവകൃപകളെ ഒന്നൊന്നായി ഓർത്ത് സ്തോത്രം അർപ്പിക്കാൻ ശ്രമിക്കുക. കോറി ടെൻ ബൂൺ പറയുന്നത് ഇങ്ങനെയാണ്: I grumbled that I had no shoes until I saw someone with no feet. പാദങ്ങൾ രണ്ടുമില്ലാത്ത ഒരാളിനെ കാണുന്നത് വരെ എനിക്ക് ഷൂസുകളില്ലല്ലോ എന്നായിരുന്നു എൻ്റെ പരാതി. വില്യം ലോ എന്ന ചിന്തകൻ എഴുതി, ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധൻ ആരാണ്? ഏറ്റവും അധികം ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവനല്ല, ധാരാളമായി ദാനം ചെയ്യുന്നവനല്ല, ലഹരി സാധനങ്ങൾ വർജിച്ച് നീതിയും വിശുദ്ധിയും പുലർത്തുന്നവനുമല്ല, പിന്നെയോ ദൈവത്തോട് എല്ലായ്പ്പോഴും കൃതജ്ഞത ഉള്ളവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധൻ. എല്ലാം ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ചിന്തിക്കുന്നവനാണ് വിശുദ്ധൻ. അവയ്ക്കെല്ലാം വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവൻ സദാ സന്നദ്ധമായ ഹൃദയമുള്ളവനാണ്. ഈ നിർവചനപ്രകാരം ഈ സങ്കീർത്തനം എഴുതിയ ആൾ ഒരു ഉത്തമ ഭക്തനായിരുന്നു. ആത്മീയമായ ഔന്നത്യം കൈവരിച്ചവനായിരുന്നു. ദാവീദ് ഏതോ മാരകമായ രോഗത്തിൽ നിന്നും ആത്മാവിനെ അസ്വസ്ഥമാക്കിയ പാപത്തിൽ നിന്നും മോചനം നേടിയ പശ്ചാത്തലമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പിൻപിലുള്ളത്. ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാക്കി എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമുക്കൊന്നിച്ച് ചിന്തിക്കാം. ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക. നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ ദാനമാണ്. ജീവൻ, ജീവിതം, ആയുസ്സ്, ആരോഗ്യം, അറിവ് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരായുസ് മുഴുവൻ ഇരുന്ന് നന്ദി പറഞ്ഞാലും തീരാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കൃപ എത്ര അനവധിയായി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രഭാതം കൃതജ്ഞതയുടെ ഒരു പ്രഭാതമാക്കി നമുക്ക് മാറ്റാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ കൃപകൾക്കായും ദാനങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. ഏറ്റവും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഞങ്ങളുടെ ഉള്ള ആളത്തെ മുഴുവനും കൃതജ്ഞതയുടെ രൂപമാക്കി ഭാവമാക്കി തീർക്കണമേ. ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഏത് മേഖലയിൽ ഞങ്ങൾ ഇടപെട്ടാലും ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ ഭൂമിയിൽ വിശുദ്ധമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ അനുഗ്രഹങ്ങളെല്ലാം ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി നൽകുന്നു എന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു.
വിഷമത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർക്ക് ആശ്വാസവും ധൈര്യവും വഴിയും വാതിലുമായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പിന്നിട്ട ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ദൈവം നൽകിയ നല്ല അനുഭവങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.